പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയിലായിരിക്കുന്നവര് വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ജാഗ്രതയല്ല, എന്തോ വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ഏകാഗ്രതയാണ് നമുക്ക് ജാഗ്രതയായിട്ട് വരണത്. സൂക്ഷ്മതയെന്ന് പറഞ്ഞത് ജാഗ്രതയല്ല, അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധമാണ്, അവെയർനെസ്സാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഉടമ്പടിയിൽ വരുമ്പോൾ രാത്രിയും പകലും സംഭവിക്കും. നമ്മൾക്ക് ഉണർച്ചയുള്ളപ്പോഴും ഉണർച്ചയില്ലാത്തപ്പോഴും ഉടമ്പടി ലൈവാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഉടമ്പടിയിൽ വരുന്നൊരു വിഷയം സ്വപ്നം. ഇപ്പം തുടങ്ങിയല്ലത്. നിങ്ങൾ ഒരാഴ്ചയിൽ നമ്മൾ ഒരു 2-3 പേരെങ്കിലും തങ്ങൾ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ച് പിന്നീടത് ആ സ്വപ്നങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ച ഇടങ്ങളും ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയാത്ത സാക്ഷ്യങ്ങളില്ല. ഉടമ്പടി ഒരു സ്വപ്നത്തിൻ്റെ സ്വർഗീയ പദ്ധതിയാണ്. ഏറ്റവും പുതിയ സ്വപ്നത്തിൻ്റെ പദ്ധതി എന്ന് പറയുമ്പോൾ വിൻസിയുടെ സാക്ഷ്യം, ഇന്നലെ പറഞ്ഞ സാക്ഷ്യമാണ്. വിൻസി കോയമ്പത്തൂരാണ്, അവിടെ സെറ്റിൽഡാണ്. അപ്പോഴേ വിൻസിയുടെ ഒരു പ്രശ്നം, അവർ ഒറ്റമുറി വീട്ടിലാണ് താമസിക്കുന്നത്. ഒറ്റമുറി വീട്. ആ വീട്ടിൽ തന്നെ ആ ഒറ്റമുറി തന്നെ ഗ്യാസ്, അപ്പനും അമ്മയും കിടക്കണതും ഈ വിൻസി കിടക്കണതും എല്ലാം ഒരു മുറിയിലാണ്. ഒരു കട്ടില, പിന്നെ ഒരാൾ താഴെ കിടക്കും. അപ്പോൾ അത്രയും ഒതുങ്ങിയ ഒരു ജീവിതമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ശരിക്കും വിൻസി സാക്ഷ്യം പറയണത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ലെന്നാണ് പറയണത്. പ്രാർത്ഥിക്കാൻ ഇടം പോലും ഇല്ല, അതൊരവസ്ഥ. അപ്പം ഈ ഒരു അവസ്ഥയിലാണ് അവർ ലോൺ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. പക്ഷെ നടക്കത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് ഒരു വാഹനം കൊണ്ടാണ്. ഒരു ടെമ്പററി ട്രാവലർ പോലൊരു വാഹനമാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ അംഗങ്ങളെല്ലാം കഴിഞ്ഞു പോണത്. അപ്പോൾ ലോൺ എടുത്താലും അടക്കാൻ പറ്റത്തില്ല, ലോൺ ചോദിച്ചാൽ തരത്തുമില്ല. അപ്പം അതാണ് അതിൻ്റെ അവസ്ഥ. ഒരു ഗതിമുട്ടിയ ഒരവസ്ഥയാണ്. ഉടമ്പടി ഗതിമുട്ടിയവരുടെ പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ, ഏത് വശത്ത് നോക്കിയാലും. അപ്പോഴാണ് വിൻസി ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയിലെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ഉപകരണം പത്രം തന്നെയാണ്. പത്രം നമ്മൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ സാക്ഷ്യം കേൾക്കുന്നതിനൊക്കെ കൂടുതൽ ആൾക്കാരാണ്, കൂടുതൽ സങ്കടക്കാരാണ് പത്രം വഴി ദൈവത്തെ അറിയണത്. അതുകൊണ്ടാണ് നിങ്ങൾ അതുകൊണ്ട് കയ്യിൽ കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം. കയ്യിൽ നിങ്ങളെ കൊണ്ട് ഒരു പത്രം കൊടുക്കുമ്പോൾ അവർക്ക് കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന കാരണം അവരതിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ അവർക്ക് മനസ്സിലാകും അവരെ പള്ളി മുറ്റത്തു നിന്ന് എടുത്തതല്ല, ദൈവം അവർക്ക് കൊടുത്തതാണെന്ന് മനസ്സിലാകും. അതാണ് ഈ നമ്മൾ പള്ളി മുറ്റത്ത് വെക്കണതും വെച്ചിട്ട് പോരണതും കയ്യിൽ കൊടുക്കണതും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ പള്ളിമുറ്റത്ത് വെക്കുമ്പോൾ അവരെടുക്കുകയാണ് ചെയ്യണത്. പക്ഷെ നിങ്ങൾ കൊടുക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഉപകരണമായി നിങ്ങൾ മാറണത്
നേരിട്ട് കൊടുക്കുമ്പോഴാണ്. പക്ഷെ അതിന് വല്ലാത്ത ഒരു ഇഫക്റ്റാണ് ഉള്ളത്. ആദ്യമേ ഇത്തിരി പാടുണ്ട്, ഇത്തിരി ചമ്മലും ചളിപ്പൊക്കെ ഉണ്ടാവും. അത് പിന്നെ അപ്പം നിങ്ങൾ കുരിശുരൂപത്തോട്ട് നോക്കിയാൽ മതി. ഈ അരച്ചാൻ തുണിയുടെ നഗ്നതയിലെ ദൈവം മനുഷ്യനായി പങ്കപ്പാട് സഹിച്ച് കിടക്കുന്നത് കാണുമ്പോൾ നമ്മളുടെ കഷ്ടത റീഫണ്ടബിളാണ്. ബൈബിൾ പറയുന്ന ഈ കഷ്ടത റീഫണ്ടബിൾ ആക്കിയതെല്ലാം ക്രിസ്തു വന്നതിന് ശേഷമാണ്. എന്ത് കഷ്ടത ഇനി ലോകത്തുണ്ടായാലും അതെല്ലാം റീഫണ്ടബിളാണെന്ന് പറഞ്ഞു, അതിനെല്ലാം റിവാർഡ് തരുമെന്ന്. അതാണ് പൗലോസ് പറയണത്. നമുക്ക് ലഭിക്കാനിരിക്കുന്ന 8:18 റോമ ലേഖനത്തിലെ എന്താ പറയണത്? നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഇന്നത്തെ കഷ്ടതകള് നിസ്സാരമാണ്. അപ്പോൾ ഈ പത്രം കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് മഹത്വം ലഭിക്കാനിരിക്കുന്നത്. ആർക്കാണ്? ആ പ്രേക്ഷിത ജോലി ഏറ്റുമേടിച്ചവർക്കും അതുപോലെ തന്നെ കൊടുത്തവർക്കും രണ്ടുപേർക്കും അനുഗ്രഹമാണ്. ഒരു പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ എന്താ ചെയ്യണത്? രണ്ടുപേർക്കാണ് ലഭിക്കുന്നത്, ഒരാൾക്കല്ല. പത്രം കൊടുക്കുന്നവർ, കിട്ടുന്നവർ അതിലൂടെ ഉടമ്പടി എടുത്ത് ദൈവത്തെ അറിഞ്ഞ് അവർ പിന്നെ 10,000-കണക്കിന് മനുഷ്യരെ അതിലേക്ക് ക്ഷണിച്ച് അതിൻ്റെ അനുഗ്രഹം ആർക്കാണ്? ഈ കൊടുക്കുന്ന ആളിനാണ്. ആദ്യം കൊണ്ട് കൊടുക്കണില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 ബെനഫിറ്റ്സാണുള്ളത്. എന്താണ്? ഒന്ന്, ഈ കൊടുക്കുന്ന ആൾ രക്ഷപ്പെട്ട് ദൈവത്തെ അറിഞ്ഞ് രക്ഷപ്പെട്ട് കഴിയുമ്പോഴേ അവരിലൂടെ ഇനി കുറേ അധികം ആൾക്കാർ ദൈവത്തെ അറിയും. അതെല്ലാം കൊടുക്കുന്ന ആളിനകത്ത് പങ്കാളിത്തം കിട്ടും. അതുപോലെ തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് ആ കൊടുക്കുന്ന ഒരൊറ്റ സബ്ജക്റ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് അനുഗ്രഹം കിട്ടും. പക്ഷേ ഇതെല്ലാം വിശ്വാസികളോടാണ് പറയേണ്ടത്. കാര്യം പിന്നെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാകണമെന്ന് വെച്ചാൽ എന്തായാൽ എന്ത് അച്ഛൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞാലും അതിനൊക്കെ സാധൂകരിക്കുന്ന വലിയ അനുഭവങ്ങൾ ആൾക്കാർ അച്ഛൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് അത് നടപ്പിൽ വരുത്തിയിട്ട് അടയാളങ്ങൾ കിട്ടിയിട്ട് പറഞ്ഞിട്ടുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് ലക്ഷക്കണക്കിനുണ്ടാകും, അല്ലെങ്കിൽ ആയിരക്കണക്കിനുണ്ടാകും. ഇപ്പോൾ ഈ വിൻസിയുടെ കാര്യം എന്താ? വിൻസി ഇപ്പോൾ നോക്കുമ്പോൾ മുന്നോട്ട് നീങ്ങാൻ ഒരു പഴുതും കാണുന്നില്ല. ഇപ്പം നിങ്ങളിലും ചില ആൾക്കാർ ഇങ്ങനെ ഇരിക്കും. എന്നുവെച്ചാൽ ഇനി മുന്നോട്ട് നീങ്ങാൻ, കാര്യം ഉടമ്പടി എന്ന് പറയണത് വെറുതെ സാധാരണ ആൾക്കാർക്ക് ഉടമ്പടി എടുക്കാൻ പാടാണ്. ഉടമ്പടി എടുക്കുമ്പോൾ ഇപ്പോൾ ഉടമ്പടിയെക്കുറിച്ച് ജനങ്ങൾക്കെല്ലാം അറിയാം. വളരെ വെർച്വൽ ഉടമ്പടി എന്ന് പറഞ്ഞൊരു പുതിയൊരു സാധനം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുകയാണ്. വെർച്വൽ ഉടമ്പടി. നമുക്ക് എന്താ ഉള്ളത്? ഓൺലൈൻ ഉടമ്പടിയുണ്ട്, അതുപോലെ തന്നെ പിൽഗ്രീം ഉടമ്പടിയുണ്ട്. ഓൺലൈൻ ഉടമ്പടി നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നത്, അതിനെല്ലാം കൺകറൻസായി അമ്മ ചെയ്താൽ മതി. അപ്പം നിനക്ക് ഈ രാജ്യത്ത് വരാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് വിചാരിച്ചോ? നിനക്ക് ഈ രാജ്യത്ത് വരാൻ പറ്റാത്ത അവസ്ഥ, നീ ജയിലിൽ കിടക്കുകയാണ്. നിനക്ക് 5 മിനിറ്റ് പുറത്തിറങ്ങാൻ സംഭവിക്കുന്നുള്ളെങ്കിൽ അവിടെയുള്ള കൂട്ടുകാരനോടോ പോലീസുകാരനോടോ വാങ്ങിച്ചൊരു സാധനം ഇങ്ങനൊരു സാധനം ചെയ്താൽ ദൈവം അതിനെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ ദൈവം നിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക. ഓൺലൈൻ ഉടമ്പടിയുടെ പവർ എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് കർത്താവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊന്നാണ് കോവിഡ്. പക്ഷേ ഇപ്പോഴാണ് എൻ്റെ ഹാർവസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്. കാര്യം എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉള്ളവരെ അവർ പറയും, കർത്താവെ ഞങ്ങൾ നാട്ടിലെത്തുമ്പോൾ എന്താണ് എത്താൻ കഴിയണത്, അന്ന് ഞങ്ങൾ നിന്നെ വന്ന് കണ്ടോളാം എന്ന് അമ്മയോട് പറഞ്ഞിട്ടാണ് അവർ ചെയ്യണത്. അപ്പോഴതിൻ്റെത് സഡനായിട്ടാണ് അതിൻ്റെത്. കാര്യം ഒന്നാമത്തെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥന, രണ്ടാമത്തത് ഞാൻ അച്ഛനായ കാലം മുതൽ ഇതുപോലെ ലക്ഷക്കണക്കിന് മനുഷ്യരെ സുവിശേഷ വേല കഷ്ടപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു മെരിറ്റ്, പിന്നെ നടത്തിയ ഉപവാസങ്ങൾ, പിന്നെ ജാഗരണ പ്രാർത്ഥന,
പിന്നെ ഈ രോഗിയായിരുന്ന കാലത്ത് ഞാൻ കർത്താവിൻ്റെ വേല തെറ്റിക്കാതെ ചെയ്തിട്ടുണ്ട്. പീഡാസഹനങ്ങളിൽ അങ്ങനെ ഭയങ്കര സജീവമായി ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കർത്താവിൻ്റെ പീഡാസഹനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതിൻ്റെ അത് ഭയങ്കരമാണ്. കാര്യം എൻ്റെ ജന്മത്തെ ഞാൻ ഓർമ്മ വെച്ച കാലം, കർത്താവിനെ അറിഞ്ഞ കാലം മുതൽ ഇപ്പം ഈ നിമിഷം വരെ രോഗങ്ങളും വേദനയും വിട്ടൊഴിഞ്ഞിട്ടില്ല. അതെല്ലാം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനെല്ലാം അക്കൗണ്ട് ചെയ്ത് ക്യാരി ഓവർ ചെയ്ത് ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മഹത്വം അത് വഴി നമുക്ക് ക്രിസ്തു നേടിയെടുത്ത മഹത്വത്തിൽ നമുക്ക് അവകാശം കിട്ടുന്ന ഭയങ്കരമായ ഒരു ഇക്കണോമിക്കാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യണത്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഏറ്റവും വലിയ ആഴമായ വില അറിയത്തുള്ളൂ. ചില ആൾക്കാർക്ക് അത് പറഞ്ഞതൊന്നും മനസ്സിലാവത്തില്ല. അത് ക്രിസ്തു രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഒരു ജീവിതത്തിനൊരു പുണ്യം ഉണ്ടാകണം. അതാണ് എനിക്ക് മനസ്സിലായത്. എന്തെങ്കിലും ഒരു ദൈവം ഒന്ന് ചെറുതായിട്ട് തോണ്ടിയ ആൾക്കാർക്ക് മാത്രമേ ക്രിസ്തു രഹസ്യം മനസ്സിലാകത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാതാപിതാക്കന്മാർ ചെയ്ത പുണ്യത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പുണ്യത്തിൻ്റെ ഭാഗമാണ്. ചുമ്മാ കല്ലായിട്ടിരുന്ന ക്രിസ്തു രഹസ്യം മനസ്സിലാകത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറെ അതായത് പ്രിയ ഷൈജുവിൻ്റെ ഒരു സാക്ഷ്യം ഉണ്ടായി. പ്രിയ ഷൈജു വെർച്വൽ ഉടമ്പടിയുടെ ആളാണ്. വെർച്വൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ഉടമ്പടിക്ക് മുമ്പ് ആൾക്കാരെടുക്കുന്നത് തീർത്ഥാടന ഉടമ്പടിക്ക് മുമ്പ് എടുക്കുന്ന സംഭവമാണ്. അവർ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണമെന്ന് അവർ തീരുമാനിക്കും. ഞാൻ സാക്ഷ്യങ്ങളിൽ നിന്നാണ് ഈ വെർച്വൽ ഉടമ്പടി കണ്ടുപിടിച്ചത്. അതായത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാതാവ് പരിഹരിക്കും, ഈശോയോട് പറഞ്ഞ് പരിഹരിക്കും. അതെനിക്ക് കുറച്ച് പരാധീനതകളും പോരായ്മകളും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിന് എനിക്ക് ആധ്യാത്മിക തടസ്സങ്ങളുണ്ടെങ്കിലും മാതാവ് ജാമ്യം നിൽക്കും. അതാണല്ല, മാതാവിൻ്റെ ജാമ്യമാണല്ലോ എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് വിഷയമെന്ന് പറയണത് മര്യാദയ്ക്ക് ഉടമ്പടി ഒരു ബൈബിള് ജീവിച്ചാൽ തന്നെ നമ്മൾ ബ്ലെസ്ഡാണ്. മര്യാദയ്ക്ക് ബൈബിൾ ജീവിച്ചാൽ അപ്പം തന്നെ ബ്ലെസ്സിങ് തുടങ്ങും. പക്ഷെ നമ്മുടെ പരാധീനത കൊണ്ടും സാഹചര്യം കൊണ്ടും നമുക്ക് പലപ്പോഴും മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് സ്പേസ് ഓഫ് ദി മരിയൻ സ്പേസ് എന്ന് പറയാം അതിന്. അവിടെയാണ് മരിയൻ സ്പേസ്. നമ്മൾക്ക് എന്തെങ്കിലും തട്ടുകേടുണ്ട്, കുഴപ്പത്തിലാണ്, നമ്മൾ ആധ്യാത്മികമായിട്ട് കുഴപ്പത്തിലാണ്, അല്ലെങ്കിൽ നമുക്ക് യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ അമ്മ അവിടെ ജാമ്യക്കാരത്തിയാവും. അതാണ് നമ്മൾ രക്ഷപ്പെടണത്. ഈ മനുഷ്യന്മാരെല്ലാം രക്ഷപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം പിന്നിൽ അമ്മയുടെ ജാമ്യമാണ്. അമ്മ അതിൻ്റെ ജാമ്യം എടുക്കും. കാര്യം വെച്ചാൽ നീ അനുതപിച്ച് വരുന്നിടത്തോളം കാലം നീ അനുതാപത്തിലേക്ക് വന്ന് കൃപയിൽ നിനക്ക് സ്വന്തം കാലം നിൽക്കും. കൃപയിൽ സ്വന്തം കാലം നിൽക്കുന്നൊരു കാലമുണ്ട് ഉടമ്പടിയിൽ. ആ അമ്മയുടെ പോലും സപ്പോർട്ട് വേണ്ടാതെ നമുക്ക് നിൽക്കുന്നൊരു കാലം ഉണ്ടാവും. ആ കാലം വരെ അമ്മ നിന്നെ സപ്പോർട്ട് ചെയ്യും. അതാണ് ഉടമ്പടിയുടെ സ്പേസ് എന്ന് പറയുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ജീവിതത്തിൽ അനുഭവിക്കാൻ കർത്താവേ അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പാടാം. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ പ്രിയ ഷൈജു അവൾക്ക് പെട്ടെന്ന് ഈ ഡിസ്ക് ബൾജാവും. ഇങ്ങനെ ഒരു നോർമൽ ഫാമിലിയാണ്. അത്യാവശ്യം കുഞ്ഞ് ചെറിയ ചെറിയ ജോലിയൊക്കെ കൊണ്ട് ചിലവെല്ലാം നിവർത്തിക്കൊണ്ട് പോകുന്ന ഒരു കോമൺ നോർമൽ ഫാമിലിയാണ്.
നിങ്ങൾക്കറിയാം, നോർമൽ ഫാമിലിയൊക്കെ ഒരാളിൻ്റെ ജോലി പോയാൽ പിന്നെ എല്ലാം തകിടം പറയും. അപ്പനുമുണ്ട് അമ്മയ്ക്കും ജോലിയുണ്ട്, ചെറിയ ജോലികളുമുണ്ട്, അവരങ്ങനെ ജീവിച്ച് ഭക്ഷണം കഴിച്ച് പോകുന്ന ഒരു ഏർപ്പാടാണ്. അതിനിടയ്ക്ക് പെട്ടെന്ന് ഇവരുടെ ഡിസ്ക് ബൾജാവും, നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, ഇതെങ്ങനെ ഇത്രയും നാളെ ജീവിച്ചെന്നൊക്കെ ചോദിക്കും. ഡോക്ടർ എങ്ങനെ ഇവിടം വരെ വന്നു എന്നൊക്കെ ചോദിക്കും. ഈ ഡിസ്കും വെച്ചോണ്ട്, ഈ നടുവും വെച്ചോണ്ട് എങ്ങനെ ഇവിടം വരെ വന്നു എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അവസാനം ബെൽറ്റ് ഇട്ട് വിടും. പിന്നെ പണി ചെയ്യാനും പറ്റത്തില്ല, പണിക്ക് പോകാനും പറ്റത്തില്ല. അപ്പോൾ മകള് അമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് നിങ്ങളൊക്കെ ചോദിച്ച ചോദ്യമാണ്. കാര്യം ഈ അമ്മയെക്കുറിച്ച് മകൾക്കൊരു അസസ്മെൻ്റ് ഉണ്ട്. അവൾ പഠിക്കണ കുട്ടിയാണ്. അമ്മ ഒരുവിധം പ്രാർത്ഥിക്കുകയും ദൈവത്തിന് ഒപ്പിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്നാലും ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണ പോലെ ജീവിച്ചിട്ടും ഡിസ്ക് അകന്നുപോയി, നടക്കാൻ പറ്റാത്ത ബെൽറ്റ് ഇട്ടിട്ട് നടക്കേണ്ടി വന്ന്. അപ്പം മകൾ ചോദിക്കും, ഇത്രയും കണ്ട അമ്മ ദൈവമേ എന്ന് പറഞ്ഞ് നടന്നിട്ട് നടുവ് പോയില്ല എന്ന് പറയും. എന്നിട്ട് ഒരു ദിവസം അവൾ സങ്കടത്തോടെ അമ്മയോട് ചോദിക്കും, അമ്മ, നമ്മൾ ഇത്രയും ദൈവത്തെ വിളിച്ച്, അല്ല നമ്മളല്ല, അമ്മ ഇത്രയും ദൈവത്തെ വിളിച്ചിട്ടും ഇത്രയും ക്ലേശങ്ങൾ അമ്മയ്ക്ക് വന്നെ എങ്ങനെയാണെന്ന് ചോദിക്കും. അമ്മ ഇത്രയും ദൈവത്തെ വിളിച്ചിട്ടും ഇത്രയും ക്ലേശങ്ങൾ അവൾക്ക് അത് ടാലി ആകണില്ല. എല്ലാവരും ദൈവത്തെ വിളിക്കണേ എന്തിനാ? നമ്മുടെ ക്ലേശങ്ങളൊക്കെ മാറിയിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. അമ്മ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അമ്മയുടെ ക്ലേശം മാറണില്ല. പുതിയ ക്ലേശങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവൾക്കത് മനസ്സിലാവണില്ല. അവൾ കൊച്ചല്ലത്, പക്ഷെ അവൾക്കത് മനസ്സിലാവണില്ല. അപ്പം ഞാനും വലുതാവുമ്പോൾ ദൈവത്തെ വിളിക്കാനൊക്കെ അവൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ വിളിച്ചാളിൻ്റെ അവസ്ഥ ഇതല്ലേ. അതാണ് പ്രശ്നം. വിളിച്ചാളിൻ്റെ അവസ്ഥ ഇതല്ലേ. ഇപ്പം ഞാൻ കൂടി വിളിച്ചിട്ട് എൻ്റെ നടുകൂടി പോകണമെന്നാണ് അവൾ ചോദിക്കണത്. ഞാനും കൂടി വിളിച്ചിട്ട് ദൈവത്തെ വിളിച്ചിട്ട് എൻ്റെ നടുവും കൂടി പോകണത്. അപ്പോൾ ഈ അമ്മ മകളോട് പറയും, മോളെ, അതേ നമ്മളെ ദൈവം അഗ്നിശോധന ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം ഉലയിലിട്ട് കഴിഞ്ഞാൽ അത് തിളങ്ങും. അങ്ങനെ നമ്മുടെ കറകൾ കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അവൾക്കത് മനസ്സിലായില്ല. എന്നിട്ട് അവൾ ഈ കറ കളഞ്ഞിട്ട് ഇത് എന്തിനാണെന്നുള്ളതാണ്, ഇത് പണയം വെക്കാൻ പോണോ വിൽക്കാൻ പോണോ എന്നുള്ള അവൾ ചിന്തിക്കണത്. ഇനി നമ്മൾ സ്വർണ്ണമാണെന്ന് പറഞ്ഞിട്ട് അവൾക്കതിനകത്ത് നമുക്ക് സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ നടുവിലല്ല. ഇപ്പോൾ കൊച്ചു ചിന്തിക്കണ ആ രീതിയിലാണ്. അവളെ തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷെ അമ്മയ്ക്ക് അത് മനസ്സിലാകും, നമ്മൾ സ്വർണ്ണമാണെന്നും ദൈവം ഈ സഹനത്തിൻ്റെ തീയിലിട്ടുകൊണ്ട് നമ്മളെ ഉരുക്കി നമ്മളെ ജ്വലിപ്പിച്ച് കറകളഞ്ഞെടുക്കുകയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്ന ദൈവരഹസ്യം കൊച്ചിന് മനസ്സിലാവത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലാക്കാൻ വേണ്ടി കൃപ വേണമെന്ന് പറയണത്. അമ്മയ്ക്ക് ഒരേ സാധനം തന്നെ, ഒരേ സത്യം തന്നെ അമ്മയ്ക്ക് മനസ്സിലായി, കൊച്ചിന് മനസ്സിലായില്ല. ഇതാണ് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ പ്രത്യേക കൃപ വേണമെന്ന് പറയണത്. ഒരേ സമയം തന്നെ വിദ്യാഭ്യാസം കുറഞ്ഞുള്ള അമ്മയ്ക്ക് മനസ്സിലായി, വിദ്യാഭ്യാസമുള്ള മകൾക്ക് ക്രിസ്തുവിനെ മനസ്സിലായില്ല. അപ്പം മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു കൃപ വേണം. കൃപയ്ക്ക് ബൈബിൾ പറയണത് ആകർഷണമെന്നാണ്. നിങ്ങൾക്കൊരു ആകർഷണമില്ലേ? ഇപ്പം അതായത് നോക്കാം, അതായത് യോഹന്നാൻ 6:44 എടുത്ത്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത് പ്രശ്നത്തിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആലപ്പുഴ വരെ വണ്ടി കയറി വരാൻ കുറച്ച് പാടാണ്. അപ്പോൾ നാളെ പോകാം, മറ്റന്നാൾ പോകാം, മഴ മാറട്ടെ, മഴക്കാലം മാറട്ടെ, അങ്ങനെ പല ഇടാകൂടങ്ങൾ നമ്മൾ മാറ്റി വെക്കുമ്പോഴും ചില ആൾക്കാർ ഒന്നും മാറ്റി വെക്കാതെ കണ്ണും പൂട്ടി വരും. ഇതാണ് ആകർഷണം എന്ന് പറയണത്. പിടിയിട്ടില്ലേ? അതെന്താ പറയുക? അത് 6:44 ഒരിക്കലും യോഹന്നാൻ 6:44 എടുത്ത്, എന്നെ അയച്ച പിതാവ്, ഒന്ന് പറഞ്ഞേ, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കലേക്ക് വരുവാൻ സാധിക്കുകയില്ല. ഈ ആകർഷിപ്പിന് ഇപ്പം നിങ്ങൾ എന്നിട്ട് ഇപ്പോൾ ആകർഷിച്ചതിൻ്റെ പേരിലാണ് നിങ്ങൾ വന്നിരിക്കണത് അല്ലേ? ഈ ആകർഷിപ്പിനെയാണ് പ്രഥമ കൃപയെന്ന് പറയണത്.
ബേസിക് ഗ്രേസ് എന്ന് പറയുന്നതിനാ. ഈ ബേസിക് ഗ്രേസ് എന്ന് പറയാം, എല്ലാത്തിനും ബേസിക്സ് ഇല്ലേ? ഒരു വീട് കെട്ടണമെങ്കിൽ ആദ്യം ഫൗണ്ടേഷൻ ഇല്ലേ? ഫൗണ്ടേഷൻ ഗ്രേസ്. ഇപ്പം നിങ്ങൾ ബ്യൂട്ടീഷ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്കുണ്ട് ഫൗണ്ടേഷൻസ് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് എല്ലാത്തിനും ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. കൃപയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ആകർഷിപ്പാണ്. വൺസ് നിങ്ങൾ ആകർഷിപ്പിക്കപ്പെട്ട് കർത്താവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഫൗണ്ടേഷനായി, എന്താ അടിത്തറയായി. ഇനി കെട്ടിപ്പൊക്കണത് മാതാവ് കെട്ടിപ്പൊക്കിക്കൊള്ളൂ. പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കാര്യം വീടിൻ്റെ മൊത്തം എസ്റ്റിമേറ്റിൻ്റെ 1/3 ഫൗണ്ടേഷൻ പോകും ചില സമയത്ത്. അതാണ് പ്രശ്നം. ഫൗണ്ടേഷൻ ശരിയായില്ലെങ്കിൽ മൊത്തം ശരിയാകാതെ വരും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇവിടം വരെ എത്തിവിടുമ്പോൾ തന്നെ 33% ഗ്രേസായി, 33% കാര്യങ്ങൾ തീരുമാനമായി. അത് ദൈവത്തോട് അതുകൊണ്ട് നന്ദി പറയണം. പ്രാർത്ഥിച്ച ദൈവമേ ഞങ്ങൾക്ക് ഈ കണ്ണീരിന്റെ കാലത്ത് നിന്റെ സന്നിധാനത്തിൽ എത്തിപ്പെടാൻ ആകർഷണത്തിന്റെ അനുഗ്രഹം നൽകിയതിന് നന്ദി പറയുന്നു. ആകർഷണത്തിന്റെ അനുഗ്രഹം നൽകിയതിന് നന്ദി പറയുന്നു. ശ്രുതിക്കട്ടെ. ആകർഷിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾക്ക് നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. കൈയടിച്ചോണ്ട് ക്ലേശകാലത്ത് മറയ്ക്കും അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ കയറ്റിലെത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ കയറ്റിലെത്തും. ക്ലേശകാലത്ത് കൂടാരം അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ കയറ്റി നിൽക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ കയറ്റി നിൽക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴേ പ്രിയ മകളോട് പറഞ്ഞ വചനം ഏതാണ്? 1 പത്രോസിന്റെ 1:7 എടുത്ത് 1 പത്രോസ് 1:7 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 പത്രോസ് 1:7 അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. പ്രിയ മകളോട് പറഞ്ഞു, മകളെന്താ പറയുന്നത്? നമ്മൾ ഇത്രയും അമ്മ ഇത്രയും ദൈവത്തോട് അടുത്തിട്ടും അമ്മയ്ക്ക് എന്താണ് ഇങ്ങനെ മുടന്തി നടക്കുന്നത്, ഇതുപോലെ ക്ലേശങ്ങൾ വരണതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അമ്മ മകളോട് പറയുന്ന മറുപടി എന്താണ്? നമ്മളെ അഗ്നിശോധന ചെയ്യുകയാണ്. അഗ്നിശോധന ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറകൾ പോകും, വിശുദ്ധീകരണമാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ആ വചനം മകൾക്ക് മനസ്സിലാകണില്ല. ഈ മനസ്സിലാകാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തതിൻ്റെ കാരണം എന്താണ്? അവൾക്ക് ആകർഷിപ്പില്ല. യോഹന്നാൻ 6:44 എന്താണ്? ക്രിസ്തുവിനെ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്കറിയാവില്ല, ക്രിസ്തുവിനെ ഞാൻ മസിൽ പിടിച്ച് ക്രിസ്തുവിനെ മനസ്സിലാക്കിയേക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്നാൽ ഭയങ്കര ബുദ്ധിമാന്മാരെക്കാൾ എളിയവർക്ക് ദൈവം വെളിപ്പെടുത്തുകയും ചെയ്യും. അതെന്തിന്? ആകർഷിപ്പിൻ്റെ പേരില്ല. ദൈവം അതിനുള്ള വരം കൊടുക്കും, ക്രിസ്തുവിനെ മനസ്സിലാക്കാനുള്ള വരം കൊടുക്കും. ഇപ്പം ഈ പ്രിയക്ക് ആ വരമുണ്ട്, അമ്മയ്ക്ക് ആ വരമുണ്ട്. അതുകൊണ്ട് ഈ ക്ലേശങ്ങൾ പോലും അവളെ അധികം അലട്ടണില്ല. അവൾ ഈ 1 പത്രോസിൻ്റെ 1:7 പറഞ്ഞിരിക്കുന്ന പോലെ നശ്വരമായ സ്വർണത്തേക്കാൾ പറഞ്ഞ്
നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നമ്മുടെ വിശ്വാസം. നിന്റെ കയ്യിലിരിക്കുന്ന വിശ്വാസം, നിനക്കിപ്പോൾ ഉള്ള വിശ്വാസം, അതിന് വിലയുള്ളതാണോ വില കുറഞ്ഞതാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? നിനക്ക് വിശ്വാസമുണ്ട്, പക്ഷെ അതിന് വില ഉള്ളതാണോ വില കുറഞ്ഞതാണോ എന്നെങ്ങനെ അറിയാൻ പറ്റും? പരീക്ഷകളെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ വിശ്വാസം വിലയുള്ളതാണ്. അപ്പോൾ ഈ പരീക്ഷ കഴിയാത്ത ഒരു സാധനവും, ഇപ്പം പ്രിയയുടെ മകളുടെ വിശ്വാസം ഉണ്ട് അവൾക്ക്, പക്ഷെ പരീക്ഷ കഴിഞ്ഞിട്ടില്ല. അതിനൊന്നും ഇപ്പോൾ പരീക്ഷിക്കത്തില്ല, അപ്പം തന്നെ ചത്തുപോകുന്ന അറിയാൻ തീയതിന്. അതിനൊക്കെ ഇപ്പോൾ പരീക്ഷിക്കത്തില്ല. പരീക്ഷിക്കണമെങ്കിൽ ഒരു മിനിമം ഹാജറില്ലാത്ത ആൾക്കാർക്ക് പരീക്ഷ ഇടുക. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന ഒരു മിനിമം ഹാജറില്ലെങ്കിൽ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ഇരുത്തത്തില്ല. അതുപോലെ നിനക്കൊരു പരീക്ഷ വേണമെങ്കിൽ കർത്താവിൻ്റെ അടുത്തൊരു മിനിമം ഹാജർ നിനക്ക് വേണം. അമ്മയ്ക്കതുണ്ട്. അവളുടെ വിശ്വാസം വിലയുള്ളതാണ്. വിശ്വാസം നമുക്കുണ്ടാകാം, പക്ഷേ വില എന്തുണ്ട്? അത് യൂറോയാണോ, അതാ ഡോളറാണോ, അല്ല രൂപയാണോ? മൂല്യം $1 ഒരു യൂറോ ഉണ്ട്, ഒരു രൂപ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില ഭയങ്കര വ്യത്യാസമുണ്ട്. അതിന് ക്രയശേഷി ഭയങ്കര വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നിൻ്റെ വിശ്വാസത്തിൻ്റെ ക്രയശേഷി എന്ന് പറയണത്, നിനക്കൊരു വിശ്വാസമുണ്ട്, അതിന് ക്രയശേഷി ഉണ്ടോ? അത് കൊടുത്ത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കൈപ്പറ്റാൻ മാത്രം നിങ്ങളുടെ വിശ്വാസം വിലയുള്ളതാണോ എന്നറിയാൻ എന്താ മാർഗം? ഇത് ക്ലേശങ്ങളിലൂടെ ആർക്ക് കടന്നു പോകാം. പക്ഷെ നീ വിശ്വാസിയാകുമ്പോഴേ നീ വിശ്വാസത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നിനക്ക് പോകാം. എന്താണത്? നിനക്ക് മുമ്പേ അഗ്നിശോധന ചെയ്യപ്പെട്ടയാൾ ഉത്ഥാനം ചെയ്തിട്ടുണ്ട്. അതാണ് നിൻ്റെ ഒരു പിടിപ്പെന്ന് പറയണത്. ഒരു പിടിപ്പില്ലാത്ത മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കഴിവില്ലാത്ത മനുഷ്യനാണെന്നാണ്. ക്രിസ്തുവിൻ്റെ കഴിവെന്താണ്? നിനക്കും എനിക്കും മുമ്പേ അഗ്നിശോധന ചെയ്യപ്പെട്ടിട്ട് അതിലൂടെ അവൻ ഉത്ഥാനം ചെയ്തിട്ട് ഇന്നും നമ്മുടെ കൂടെ ജീവിച്ചുകൊണ്ട് നമ്മൾ അവനെ ദൈവമെന്ന് വിളിച്ച് യേശു കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് നദരം കൊണ്ട് ഏറ്റുപറയുമ്പോഴേ ദൈവം അവനെ മരിച്ചോർന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴേ അവൻ നേടിയെടുത്ത കൃപ, രക്ഷ നമ്മൾക്ക് ഇന്നും പ്രാപിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വിശ്വാസം വിലവെപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ആധ്യാത്മികമായ ഉത്തരവാദിത്തമാണ്. വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല, കേവല വിശ്വാസമായിരിക്കും. അതിനെ വിലവെപ്പിച്ചെടുക്കണത് എങ്ങനെയാണ്? ഇപ്പം നിങ്ങൾ ഉടമ്പടി തേലം തേക്കുന്നു, ചെറുതായിട്ടും തേച്ചാൽ മതി, അപ്പം തന്നെ ഹാർട്ട് അസുഖം മാറും. പക്ഷേ എന്നോട് പറഞ്ഞിരിക്കണത് ഇപ്പം തേക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കണത്. എന്താ കാര്യം? നിൻ്റെ സഹനം ഇനിയും നീട്ടി തന്നിട്ടുണ്ട്. എനിക്ക് കിഡ്നിയുടെ അസുഖമുണ്ട്, പക്ഷേ ഞാനത് ബോധപൂർവ്വം എനിക്കറിയാം എൻ്റെ അസുഖം മാറേണ്ട കാലം ചിലപ്പോൾ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ അനുഗ്രഹം ചിലപ്പോൾ സെക്കൻഡുകൾക്ക് കിട്ടും. എന്നോട് പറയും, നിനക്കത് അസൈൻമെൻറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്, നിനക്കത് കൃപയുടെ ഭാഗമായി തന്നിരിക്കുകയാണ്. നീ കൈ ഉയർത്തുമ്പോൾ നിൻ്റെ ജനത്തിൻ്റെ മേൽ ഞാൻ അലിവ് തോന്നണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ പീഡാസനെ പങ്കെടുത്തതിൻ്റെ ക്രെഡിബിലിറ്റി നിൻ്റെ കയ്യിൽ ഉണ്ടാകണം. അതുകൊണ്ട് നിൻ്റെ സഹനങ്ങൾ ഇപ്പോഴെങ്കിലും ഞാൻ മാറ്റത്തില്ല. കാര്യം സഹനമാണ് ബലമെന്ന് പറയണത്, ക്രിസ്തുവിൻ്റെ ബലം. നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് എന്താ ബലം? കുഞ്ഞുങ്ങൾക്ക് ബലം കരച്ചിലാണ് ബലം. പക്ഷികൾക്ക് എന്താ ബലം? ആകാശമാണ് ബലം. അതുപോലെ തന്നെ മത്സ്യത്തിന് എന്താ ബലം? ജലമാണ് ബലം. ഒരു വിശ്വാസിക്ക് എന്താ ബലം? സഹനമാണ് ബലം. കൈയടിച്ച് കർത്താവ് ഞങ്ങളുടെ ബലം അഭിഷേകം ചെയ്യണമേ. സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള
നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. സന്തോഷത്തോടെ സ്വരത്തിൽ പാടുക, കൈയടിച്ചോണ്ട്. കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. കണ്ണുനീർ സാരമില്ല. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴാകെപ്പാടെ ഒരു വല്ലാത്ത ഒരു അലൈൻമെൻ്റ് എല്ലാം തെറ്റിപ്പോയി. നടുവ് പോയപ്പോഴേ, പ്രിയയുടെ നടുവ് പോയപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാതെ വന്ന്, പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ പറ്റാതെ വന്ന്, കടക്കാർക്ക് സമയത്ത് അവർ പറയുന്ന കടങ്ങൾക്ക് പരിഹരിക്കാൻ കടം വാങ്ങിച്ചവർക്ക് കൊടുക്കാൻ പറ്റാതെ വന്ന് എല്ലാം താറുമാറായി തളം തെറ്റിപ്പോവും. ചിലക്കൊരു പാണം കുരിശ് വന്നാലും ശരി കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് മാറത്തില്ല. അവരെന്താണ്? അതിജീവിച്ച് വിലയുള്ള വിശ്വാസത്തിലേക്ക് വന്നവർ. അഗ്നിശോധനയെ അതിജീവിച്ച് വിലയുള്ള വിശ്വാസമാണ്. കാര്യം നിസ്സാര കാര്യത്തിന് അവൾ തൊടാൻ പറ്റത്തില്ല. അവർ ജീവിതത്തിൽ ജയിച്ചിരിക്കുകയാണ്. ഈ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണമതാണ്, നമ്മുടെ ജീവിതത്തെ ജയിച്ചുകൊണ്ടേയിരിക്കും. കൈയടിച്ച് കർത്താവിനെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ആരാധന.